ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് തിരക്ക് പിടിച്ചൊരു മോർണിംഗ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ ഞങ്ങളുടെ വീട്ടിൽ കലശമായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് 1 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കലശമൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഫാമിലിയിൽ കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ പിരിഞ്ഞു പോയി കടന്നപ്പോഴേക്ക് നല്ല വൈകി കേട്ടോ. അപ്പോൾ പിന്നെ പാത്രങ്ങൾ കുറേ കഴുകാണ്ടായിരുന്നു, അതൊന്നും കഴുകി വെച്ചിട്ടുണ്ടായിരുന്നില്ല. മൊത്തം ഈ വലിയ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ പിന്നെ 6:30 ആയിരുന്നു എണീറ്റ് വന്നപ്പോൾ. പിന്നെ വന്നിട്ട് ആദ്യം തന്നെ പാത്രങ്ങൾ മൊത്തം പുറത്തേക്ക് എടുത്തിട്ടിട്ടാണ് കേട്ടോ കഴുകിയത്. അപ്പോൾ ഇളയിച്ചിയാണ് പാത്രങ്ങൾ കഴുകുന്നത്. അപ്പോൾ അവൾ പാത്രം കഴുകാൻ നിന്നപ്പോൾ ഞാൻ വീട് മൊത്തത്തിലൊന്ന് അടിച്ചു വാരി തുടച്ചിട്ടു. പിന്നെ അത് ചവിട്ടികളൊക്കെ മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. ഇന്നലെ നല്ല പോലെ മഴ ഉണ്ടായിരുന്നു. അപ്പോൾ ചവിട്ടികളൊക്കെ വൃത്തികേടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് മാറ്റി അതൊക്കെ സോപ്പ് പൊടിയിൽ ഇട്ട് വെച്ചു കേട്ടോ. ആ നേരം അവൾ പാത്രം കഴുകൽ കഴിഞ്ഞപ്പോൾ ഞാൻ പാത്രമൊക്കെ എടുത്ത് വയ്ക്കുകയും ചെയ്തു. പിന്നെ അവൾ മുറ്റടിക്കാൻ വേണ്ടി നിന്നു. അപ്പോൾ ഞാൻ വേഗം ചവിട്ടിയൊക്കെ സോപ്പ് പൊടിയിൽ ഇട്ടേക്കലും കഴിഞ്ഞിട്ട് വേഗം പോയിട്ട് കുളിച്ചു കേട്ടോ. കുളി കഴിഞ്ഞ് വന്നിട്ട് ഇതാ വിളക്ക് വയ്ക്കുകയാണ്. വിളക്ക് വയ്ക്കുമ്പോഴേക്ക് 8 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഏട്ടനും കുട്ടികളൊന്നും എണീറ്റിട്ടില്ല കേട്ടോ. അപ്പോൾ അവരിന്ന് സ്കൂളിൽ പോകണില്ല എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ വേഗം ഇതാ ചന്ദനമൊക്കെ അരച്ചിട്ട് കുങ്കുമൊക്കെ ഇട്ട് അടുക്കളയ്ക്ക് പോകാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് എല്ലായിടും വൃത്തിയാക്കി. പക്ഷേ നമ്മുടെ ഡൈനിങ് ടേബിൾ മാത്രം വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം പിന്നെ ചായ കുടിക്കൽ കഴിഞ്ഞിട്ട് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും വിശേഷം ഉണ്ടാകുമ്പോൾ മാത്രം കേട്ടോ ഡൈനിങ് ടേബിളൊക്കെ ഉപയോഗിക്കുകയുള്ളൂ. അല്ലാത്തപ്പോഴൊക്കെ എല്ലാവരും അടുക്കളയിൽ ഇരുന്നിട്ടോ അല്ലെങ്കിൽ നമ്മുടെ സോഫയിൽ ഇരുന്നിട്ടൊക്കെയാണ് ഭക്ഷണം കഴിക്കുക. അപ്പം ഞാൻ ആദ്യം ഇത് വൃത്തിയാക്കി. പിന്നെ എന്തോ അത് വൃത്തിയാക്കാതെ എന്തോ ഒരു സമാധാനം ഇല്ലാത്ത പോലെ ഇട്ടു. അപ്പം ഞാൻ വൃത്തിയാക്കൽ കഴിഞ്ഞിട്ടാണ് പിന്നെ അടുക്കളയിലേക്ക് വന്നിട്ട് ആദ്യം തന്നെ ഒരു ഗ്ലാസ് വെള്ളം ചൂടാക്കി കുടിച്ചു. കുളിക്കുന്ന വരെ വലിയ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കുളി കഴിഞ്ഞപ്പോൾ നല്ല പോലെ വിശക്കുക. ഞാൻ പാലടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അത് ഇന്നലെ ഉണ്ടാക്കിയ ഉണ്ണിയപ്പാണ് കേട്ടോ. അപ്പോൾ വലിയമ്മയുടെ വീട്ടിലേക്ക് കൊടുത്തയക്കാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചതാണ്. അവിടെ നിന്ന് ആൾ വരും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പാൽ തിളച്ചപ്പോൾ ഒരു ഗ്ലാസ് മാത്രമാണ് കേട്ടോ ചായ വെക്കുന്നത്. ചായപ്പൊടിയും പഞ്ചസാരയും ഒരു കഷ്ണം ഏലക്കയൊക്കെ ഇട്ടിട്ട് ചായ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കടി ഉണ്ടാക്കുന്നത് എളുപ്പപ്പണിയായിട്ട് ഉപ്പുമാവാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഗോതമ്പിൻ്റെ ചെറിയ നുറുക്കുണ്ടല്ലോ അത് വെച്ചിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഉള്ളിയുടെ തൊലിയൊക്കെ കളഞ്ഞപ്പോഴേക്കും ഇതാ ചായ റെഡിയായി. അപ്പോൾ ഞാൻ ചുക്കുവെള്ളം കൂടി ചൂടാവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉള്ളിയൊക്കെ അരിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാനിതാ ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുമ്പോഴാണ് അടച്ച് വെച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ അത് മൊത്തത്തിൽ നമ്മുടെ സ്റ്റെവുമ്മക്കൂടെയും ചുമരുമ്മക്കൂടെയൊക്കെ തെറിച്ചിട്ടുണ്ടാവും കേട്ടോ. പിന്നെ ചെറിയ കടുകില്ലേ ആ കടുകും കൂടിയാണ്. അപ്പോൾ നല്ല പോലെ തെറിക്കും. പിന്നെ അതാ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടിട്ട് വാടാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചുക്കുവെള്ളം ജഗ്ഗിൽ ഒഴിച്ച് വെച്ചതിന് ശേഷമാണ് അത് അരിച്ചിട്ടില്ലല്ലോ എന്ന് ഓർമ്മ വന്ന്. കുട്ടികൾക്ക് സ്കൂളും കൂടി ഇല്ലാത്ത ദിവസമായതുകൊണ്ട് അവർ ചിലപ്പോൾ ജഗ്ഗോൾക്ക് എടുത്ത് കുടിക്കുമ്പോൾ അതിലുള്ള ചെറിയ വേര് പോലത്തെയൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ ചങ്കിലടയും. അപ്പോഴേക്കും ഇതാ വലിയമ്മയുടെ വീട്ടിൽ നിന്ന് ആൾ വന്നപ്പോൾ അമ്മ അവർക്ക് കൊണ്ടുപോകാനുള്ളത് എടുക്കുകയാണ് കേട്ടോ. അപ്പമൊക്കെ എടുക്കുന്നുണ്ട്. അപ്പം ഞാൻ അവർക്ക് ആദ്യം വെള്ളം കൊണ്ടുപോയി കൊടുത്തു കേട്ടോ. വെള്ളം കൊണ്ടുപോയി കൊടുത്തപ്പോൾ അവർ പിന്നെ എന്തായാലും ചായ കൊടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഏതായാലും ചായ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ അതൊരു ഗ്ലാസ് എടുത്തിട്ട് കൊണ്ടുപോയി കൊടുത്തു കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഉപ്പുമാവിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ചായ കൊണ്ടുപോയി കൊടുത്തപ്പോൾ അവർക്ക് കട്ടൻ ചായ മതി പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ കട്ടൻ ചായ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും ഇതാ അടുപ്പൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. വലിയ അടുപ്പ് മാത്രമാണ് നല്ല പോലെ കത്തുന്നുള്ളൂ. അപ്പോൾ ഞാൻ ചായ അടുപ്പത്ത് വെച്ചിട്ട് നമ്മുടെ ഗോതമ്പ് നുറുക്കുണ്ടല്ലോ അത് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ നമുക്ക് റവ പോലെ ഇടയ്ക്ക് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് റവയാണെങ്കിൽ നമ്മൾ എപ്പോഴും ഇങ്ങനെ ഇളക്കിയിട്ട് ഉപ്പുമാവ് റെഡിയാക്കി എടുക്കണമല്ലോ. അപ്പോൾ ഞാനിത് അടുപ്പത്ത് വെച്ചിട്ട് തീ കമ്മിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് വേഗം വെന്ത് കിട്ടും. അപ്പോഴേക്കും ഇതാ കട്ടൻ ചായ റെഡിയായപ്പോൾ ഞാനതും എടുത്തിട്ട് അവർക്ക് കൊണ്ടുപോയി കൊടുക്കുകയാണ്. അപ്പോഴേക്കും ഇതാ വലിയ അടുപ്പിലേക്ക് തന്നെ വെച്ചു കേട്ടോ ഉപ്പുമാവ്. പിന്നെ അവർക്ക് ചായ കൊണ്ടുപോയി കൊടുത്തിട്ട് വന്നപ്പോഴേക്കും ഉപ്പുമാവ് സെറ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ തേങ്ങയിട്ട ഉപ്പുമാവ് കുട്ടികൾക്ക് ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ തേങ്ങ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴേക്ക് ഏട്ടന് രാവിലെ കുളിച്ച് അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അമ്പലത്തിൽ പോയി വന്നിട്ട് ഉള്ള ചന്ദനം മൊത്തം എനിക്ക് ഇട്ട് തന്നു കേട്ടോ. എന്താ പൂവും അതങ്ങോട്ട് കഴിയട്ടെ എന്നുള്ളൊരു ലക്ഷ്യത്തോടെ ചെയ്ത പോലെ ഉണ്ടായിരുന്നു. പിന്നെ ഏട്ടനുള്ള ചായയാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഞാനിതാ അച്ചപ്പം ആരോ കൊണ്ടുവന്നിട്ടുണ്ടെന്നല്ലേ, അപ്പോൾ അത് കുറച്ചെടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു. ഏട്ടന് ചായ ആറ്റി കൊടുക്കുകയാണ്. ഏട്ടന് ശർക്കര ഇട്ടിട്ടുള്ള ചായ ഇട്ട് വയ്ക്കുന്നത്. അപ്പോൾ അത് ചായ കൊണ്ടുപോയി കൊടുത്തപ്പോൾ എന്നാൽ കഴിക്കാനും കൂടി എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേഗം കിണ്ണ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കഴിക്കാൻ ചോദിക്കുകയാണെന്ന് വെച്ചെങ്കിൽ എടുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഏട്ടനുള്ളത് കൊണ്ടുപോയി കൊടുത്തു. നല്ല ചൂടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും ഒപ്പം കഴിക്കാമെന്ന് വിചാരിച്ചിരുന്നു. ആ കുട്ടികളൊക്കെ എണീറ്റിട്ട് കുളിക്കാൻ തുടങ്ങുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ നമ്മൾ തീ കത്തിച്ചിട്ട് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അരി ഇടാമെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ ചൂടുവെള്ളം കൊണ്ടൊന്ന് കഴുകിയിട്ട് പിന്നെ 2-3 പ്രാവശ്യം പച്ചവെള്ളം കൊണ്ടും കഴുകി അരി കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. പിന്നെ അടുപ്പിൻ്റെ മുകളിൽ കുറച്ച് ചുക്കുവെള്ളത്തിൻ്റെ പൊടി ഇടാൻ വേണ്ടിയിട്ടുള്ള വെള്ളം കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ചോറ് അവിടെ കടന്ന് വെന്തോളും.
അപ്പം ഞാൻ ചുക്കുവെള്ളപ്പൊടി ഇട്ടിട്ട് വേഗം കഴിക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. പിന്നെ ഇതാ പുറത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ റോട്ടിൽ കൂടെ ആരെങ്കിലും പോകുമ്പോഴൊക്കെ കാണട്ടോ. അതാണ് ഇടയ്ക്ക് ഇങ്ങനെ റോട്ടിലേക്ക് നോക്കുന്നത്. പിന്നെ വേഗം ഞാനും കൂടി കഴിക്കാൻ എടുത്തു കേട്ടോ. സമയം 11 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചായ 2 പ്രാവശ്യമൊക്കെ ചായ കുടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അച്ചപ്പം ബോട്ടിലിടാൻ വേണ്ടി നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തത് ഇങ്ങനെ കൊണ്ടു, പിന്നത്തെ ഒന്നും കൊള്ളുന്നില്ല. അപ്പോൾ ഞാൻ പിന്നെ എന്തായാലും പൊട്ടിച്ചിട്ടല്ലേ കഴിക്കാൻ വിചാരിച്ചിട്ട് പൊട്ടിച്ചിട്ടു. ഇതിങ്ങനെ എടുത്ത് വെക്കുന്നത് ഉറുമ്പിൻ്റെ ശല്യം നല്ല പോലെ ഉണ്ട് കേട്ടോ. ഞാൻ കുറച്ച് ചായ ബാക്കി ഉണ്ടാകുന്നതിൽ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് അതൊന്ന് കുടിച്ചു. പിന്നെ കുറച്ച് അച്ചാർ എടുത്തിട്ട് ചായ കുടിച്ചു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ.